ഇനി പറഞ്ഞത് ശരിയാടോ, വീട്ടിലത്തെ ഫുഡ് കൊള്ളൂല. കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ, വെറുതെ വയറ് കേടാകുവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോട് ഞാൻ പറഞ്ഞേ. അയ്യോ ഇല്ല സാർ, ഞാൻ പറയില്ല സാർ. ബൈ ബൈ സാർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. കണ്ട പൊറോട്ട പോലെ അടിച്ചു മടക്കി ചുരുട്ടി വന്ന സാധനം ഇപ്പം വീർത്തേത് പരിപാടി നോക്കിയേ. ഒരു മടക്കോ ചുടുവോ ഒന്നുമില്ല. ശരിയാട്ടോ. ആ നാസ അപ്രൂവ്ഡ് ടെക്നോളജി ഇത്. ഏത് നാസർ? ഏത് നാസർ? അടിപൊളിയാ. എന്നാ എനിക്ക് ഫോട്ടോ എടുപ്പിക്കാനായിരുന്നു. വനിതാ കളർ കോമ്പറ്റീഷൻ വേണ്ടിട്ടാ. എന്നാ കൊച്ചെന്റെ മടിയിലോട്ട് കയറിയ മീരി. താങ്ക് യു. സാർ പ്ലീസ്, ദിസ് ബോയ് ഈസ് ഓൾസോ മൈ ഫ്രണ്ട്. സാറിന് നല്ല മനസ്സുകൊണ്ട് മുണ്ട ചെറിയ പ്രശ്നം നന്നായിട്ട് നടന്നപ്പോ സാറേ, സാറാണ് സാമ്പത്തികത്തൊക്കെ സഹായിച്ചത്. ഇപ്പൊ നമുക്ക് നന്നായിട്ട് കാണാട്ടെ സാർ. പറഞ്ഞുവിട്ടല്ലേ നീ വലിയ കുക്കാണ് കൊക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് മറന്നുപോയാ? മറന്നവൻ എന്താടാ കിച്ചൺ നിന്റെ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്ന സ്ഥലം. രണ്ടുകാലം പുറത്തിട്ടല്ലോ ഞാൻ. എന്ത് കാൽമ തട്ടില്ലോ? എവിടെ നോക്കാണോ വണ്ടി ഓടിക്കുന്നത്? ആരോ വീണെന്ന് തോന്നുന്നു. ഞാനല്ല വണ്ടി ഓടിച്ച ഇയാളാ. ആള് കോണമണ്ണാണ് കുന്ത് ബലാൻ മറലേനെ എല്ലാരും മാറും കസിലോല അവസරු ഇത്യാ ಕೆല്ലോൽ തുവേ മനപ്പൂർവ്വം നേന്നു മക്കൾ തൻവേ തീ മുനിസിപ്പൽ സെക്രട്ടറി വക്കാൽ തെഗവനു അന്നത്തോൾ മോനു കൊലാത്തിൽ അക്കണോത്തോ കൊല്ലക്കൊല്ലത്ത് മക്കൾ കൊത്തലാകുത്തി. ചേട്ടാ പിന്നെ ഉണ്ടല്ലോ, എന്റെ അമ്മ പറഞ്ഞായിരുന്നേ, നമുക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞുണ്ടല്ലോ പെൺകുട്ടിയായിരിക്കണമെന്ന്. നടക്കും തോന്നില്ല. പക്ഷെ ഉണ്ടല്ലോ, എനിക്ക് ആദ്യം ഉണ്ടാവുന്ന കുഞ്ഞ് ആൺകുട്ടിയാണെന്ന് ഇഷ്ടം. ചേട്ടൻ എന്താ ഇഷ്ടം? ആണായാലും പെണ്ണായാലും അത് എന്റേതാവണമെന്നാണ് എന്റെ ആഗ്രഹം. അതെ, ആന്റിക്ക് പേടിയാണെന്നേ, അങ്കിളിനി വല്ലതും കൊല്ലാൻ കൊടുക്കുവാണോന്ന്. അയ്യോ അങ്ങേരില്ലാത്ത നമുക്ക് ആ ചെലപ്പോ. പിന്നെ നിനക്കൊന്നും കുഴപ്പമില്ലടാ, വട്ടിന്റെ ഗുളിക. നീ അതഴിച്ചു കുറവായതാണല്ലേ. എന്താ നീ ഇന്ന് രാവിലെ കുളിച്ചോ? ഓ, എന്തിനാ രാവിലെ എന്നെ കുളിക്കുന്നേ? നേരെ വേർക്കാനല്ലേ പോകുന്നേ? അങ്ങനെയല്ല, ഞാനൊരു ചോദ്യം ചോദിക്കും, അതിന്റെ ഉത്തരമായിട്ട് നീ ഒരു നുണ പറയണം. എന്താ ഉത്തരമായി ഒരു നുണ? ഓക്കെ. നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളി ഏതാ? അവന്റെ ഒരു ചോദ്യം. പോലെയാണോ നീനോ? അത് നീ തെളിയല്ലോ, ഒരുപാട് തെളിയല്ലേ, അതൊക്കെ നമ്മളറിയാം. കൊമേഴ്സിലെ പിള്ളേര് പറയാറുണ്ട് നിന്റെ അവിടുത്തെ ചുറ്റിക്കളി. അതിനിപ്പോ എന്താണ്, നമ്മുടെ കൊമേഴ്സിലെ ഏറ്റവും അടിപൊളിയാവുള്ളല്ലേ? ശരിയാണ്, നീനടിപൊളിയാ. നീ അവിടെ ചേച്ചിനാടണ്ടാ, അതിലടിപൊളിയാണ്. അനക്ക് വണ്ടി ഓടിക്കണം അറിയോടോ? ചെറുപ്പം മുതൽ BMW ബെൻസൊക്കെ ഓടിക്കാൻ എന്നോടാ ഈ വണ്ടി ഓടിക്കാൻ അറിയോന്ന്. ഇതൊക്കെ ഞാൻ എന്റെ 1.5 വയസ്സിൽ ബാപ്പാന്റെ മടി കുത്തിന്ന് ഓടിക്കും. എടാ കാറ് ഞാൻ പുതിയാപ്പ വളവ് കിട്ട് വളഞ്ഞൊരു 30-32 സ്പീഡില് ഇങ്ങോട്ട് വരുമ്പോ ഒരു ബസ് എന്ത് വരവറിയും. ബസ് ഇങ്ങോട്ട് വരല് ഞാനൊരു ഒറ്റ വെട്ടിക്കല, എനിക്കൊന്നും പറ്റിയില്ല. ഓട്ടോറിക്ഷ ചെറുതായിട്ടും തട്ടിയിട്ട് ഒരു 3 മറിച്ചില് മറിഞ്ഞു. നീ എന്താണ് കിടന്ന് ചൊറിയണ്? അതെ, കൈമ രാവിലെ ഒരു കുരു വന്നടാ, അപ്പൊ ഞാൻ പൊട്ടിച്ചൊളഞ്ഞ് അതെ കഴുത്തിൽ വന്നിട്ട്. വലുതേമ കണ്ട കുരു. ഇയാൾക്കൊരു ലോക്കൽ ഗാർഡിയൻ ഉണ്ടായിരുന്നില്ലേ? പകല് മുഴുവൻ കള്ളു കുടിച്ച് കിടക്കണായിരിക്കും. അപ്പൊ രാത്രിയോ? രാത്രിയിൽ ഉറങ്ങും.
We have found out that this mint came to you by mistake. It's partly our mistake too. We should have been little more careful. എന്താ ചേട്ടാ പറഞ്ഞ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഒരാൾ കൂടി എസ്കമ്മിനായിട്ടുണ്ട്. വേണ്ട, ഞാനിപ്പോ കഴിച്ചോളൂ. ഇവിടെ ഇരിക്കാനായിരുന്നു. ടീയോ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണം. ഞാൻ ഹംസ, അല്ല ഹംസൻ, ഹംസൻ MBBS. അല്ല, വക്കീല. പാഞ്ചുകുട്ട, ആ കുമ്മിസ്റ്റൾ എനിക്ക് പെയിന്റ് കൂട്ടി തരണ്ടേ? അവന്മാര് കൂട്ടി തന്നില്ലെങ്കിൽ ഞാൻ നിനക്ക് പെയിന്റ് കൂട്ടി തരാം. ചേട്ടൻ കൊടുത്തു. എനിക്ക് കൂട്ടി തന്നെ എന്താണ്? കൂട്ടിത്തരാന്ന്. കൂട്ടിത്തരൂ. കൂട്ടിത്തരാ. പാഞ്ചുകൂട്ടാ, ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി തരും. പാലക്കാവ് മാതച്ചന്റെ വീട് എവിടെ? ഈ ഹൈറ്റില് നരച്ചിട്ട് കട്ടി വീശ ടൗണില് വളണ്ടിപ്പോ നമ്മുടെ മാതച്ചൻ. നിങ്ങൾ ഈ വന്ന വഴി തിരിച്ചൊരു 3/4 കിലോമീറ്റർ പോകുന്നുണ്ടോ? അവിടെ ഒരു കൊടിമരമൊക്കെ ഉള്ള ജംഗ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ടേൺ റൈറ്റ്. പിന്നെ അവിടെ നിന്ന് 2-3 കിലോമീറ്റർ പോകണ്ടേ, അവിടെ പാടം വരും. പാടത്തിന് ഓപ്പോസിറ്റ് ആണ് ശിവക്ഷേത്രം. എന്റെ തൊട്ടടുത്ത് തന്നെ. ആരെങ്കിലും ചോദിച്ചാൽ മതി. ആ ജംഗ്ഷൻ മിസ് ചെയ്യണ്ട. മാത്തച്ഛന്റെ വീട് ആ കാണുന്ന വളവ് കഴിഞ്ഞാൽ കാണണല്ലേ? വലിയ കാറൊക്കെ ഉള്ളവർക്ക് ചുറ്റിട്ട് ഇറക്കാം. അല്ല, നമ്മള് ചേട്ടാ ഈ ബാറ്റും കൊണ്ട് എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചതാ. ഞാനാ ഈ ബാറ്റും കൊണ്ട് ഈ ഡ്രസ് മാറ്റി അവിടെ പോകുന്നു. അതെ, ഞാൻ ചൂണ്ടയിടാൻ പോകും. വണ്ടി എടുക്കുമ്പോ മിനിമം ഒരു ഗിയറിൽ പോവാ. ഒരു 3-ലൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം സ്പീഡാണ്. വണ്ടിയിൽ പെട്രോൾ ആണ് ഡീസലാണ് ഇപ്പൊ പോണ വണ്ടി? പെട്രോള് വില കുറവേ ഇതിനകത്ത്. എന്നാ മണ്ണെണ്ണ. അമ്മച്ചി, ഞാൻ അമ്മച്ചിയെ കണ്ടു. സാറ്റ്. ഞാൻ പറയാൻ പോണ കാര്യം മറ്റാരും അറിയരുത്, രഹസ്യം. എങ്കിൽ ഇവനെ പറഞ്ഞോട്. ഇവൻ അറിഞ്ഞ അമേരിക്കയിലെ ട്രംപ് വരെ അറിഞ്ഞെന്നാണ്. അല്ല, ഇവന്റെ പേരിലൊരു കേസുണ്ട്, KSRTC മുള്ളിയത്. അതിനാ മുള്ള മുടിയിട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോ സൂപ്പർ ഫാസ്റ്റ് ആണ്, നിർത്താൻ പറ്റൂലെന്ന് നമ്മളോട്. മൈക്കിൾ ജോൺ. അപ്പന്റെ പേര് കൂട്ടി വിളിക്കുമ്പോഴാ ഒരു പഞ്ച്. സോറി, കൂട്ടി വിളിക്കാൻ നിന്റെ തന്തയുടെ പേര് എനിക്കറിയില്ല. ബൈജുചേട്ടന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോ എന്താ തോന്നിയത്? ബൈജുചേട്ടന്റെ റോളിനെ പറ്റിട്ടൊക്കെ കേട്ടപ്പോ എനിക്ക് അങ്ങനെ വലുതായിട്ടൊന്നും തോന്നി. ഞങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടോ സിനിമ? അത് നാട്ടുകാർ കണ്ടിട്ട് പറയും. ലൂസി, എന്തോ നിന്റെ ചിരി കാണാൻ എന്ത് സൗന്ദര്യം. ഒന്ന് ചിരിച്ചേ. മനുഷ്യ, നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നല്ലേ? ത്രേസ്യേ, നീ എന്നൊന്ന് മനസ്സിലാക്കും. എന്ത് മനസ്സിലാക്കാൻ? ചേച്ചി എന്നെയും കൂടി ഒന്ന് മനസ്സിലാക്കണം. എന്ത് മനസ്സിലാക്കണം? എനിക്ക് ഭർത്താവില്ല. എന്തുകൊണ്ട്? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ദിവസം ഇഷ്ടാന്ന് പറഞ്ഞതായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ അടുത്ത് +2 പഠിക്കുന്ന നീ പറഞ്ഞ് എനിക്ക് ഇഷ്ടാണെന്ന്. പക്ഷെ അതിനുള്ള കേക്കുകയും ചെയ്തിരിക്കുന്ന അപ്പം തന്നെ. എന്താണ് കേട്ടെ? പറയാൻ പറ്റൂല. ഓളാണോ പറഞ്ഞ അത് ഓളുടെ വേറെ അല്ല, ഓളെന്നാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിക്ക് വിവരം ഉണ്ടായിരുന്നു. കിട്ടിയോ? അപ്പൊ എനിക്ക് വേറൊരു ലവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്.